പി.വി. അൻവറിനെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ ഭിന്നത. പി.വി. അൻവറുമായി അനുനയമില്ല എന്ന വി.ഡി. സതീശന്റെ നിലപാട് തള്ളി കെ.പി.സി.സി. മുൻ അധ്യക്ഷൻ കെ. സുധാകരൻ രംഗത്തെത്തി. വി.ഡി. സതീശന്റെ വ്യക്തിപരമായ അകൽച്ച മുന്നണി സംവിധാനത്തിൽ പരിഗണിക്കില്ല എന്നാണ് കെ. സുധാകരൻ പറഞ്ഞത്. പി.വി. അൻവറിനെ മുന്നണിയിൽ എടുക്കണമെന്നും കെ. സുധാകരൻ. ആ പ്രശ്നം നമ്മൾ പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ആവശ്യം പ്രതിപക്ഷ നേതാവ് ഒറ്റക്കെടുക്കേണ്ട തീരുമാനമല്ല. അത് പാർട്ടിയുടെ നേതൃത്വം മൊത്തമായി എടുക്കേണ്ട തീരുമാനമാണ്. അത് പാർട്ടിയുടെ മൊത്തം നേതാക്കന്മാർ ഇരുന്ന് ചർച്ച നടത്തി അതിന്റെ പുറത്ത് തീരുമാനമെടുക്കും. വാട്ട് എവർ ഇറ്റ് മേ ബി. അദ്ദേഹത്തിന്റെ അഭിപ്രായമാവാം. അത് അങ്ങനെ പറയുന്നത് ശരിയല്ല. ഞാൻ അദ്ദേഹത്തെ വിളിച്ചത് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടും അത് പറയുന്നതിൽ അത് ആവർത്തിക്കരുതെന്ന്. പി.വി. അൻവറുമായി ബന്ധപ്പെട്ട നിലപാടിൽ മാറ്റമില്ല എന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നിലമ്പൂരിൽ ആവർത്തിച്ചതിന് പിന്നാലെയായിരുന്നു കെ. സുധാകരന്റെ പ്രതികരണം. എന്നാൽ സുധാകരന്റെ വാക്കുകൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചെന്ന് രോഷാകുലനായി വി.ഡി. സതീശന്റെ പ്രതികരണം. എനിക്ക് വേറെ ഒന്നും അത് സംബന്ധിച്ച് പറയാനില്ല. ഞാൻ അവസാന തീരുമാനം ഇന്നലെ പറഞ്ഞത് തന്നെ ഉറച്ചു നിൽക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ചില ചാനലിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറിയെന്ന് പറഞ്ഞു. കെ. സുധാകരൻ അദ്ദേഹമായിട്ട് ഒരു ബൈറ്റ് കൊടുത്തപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, വി.ഡി. സതീശനെയാണല്ലോ പ്രതിപക്ഷ നേതാവിനെയാണല്ലോ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അത് എന്തിനാണ്? അദ്ദേഹം ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ലല്ലോ, എല്ലാവരും കൂടി ചേർന്നെടുത്ത തീരുമാനമല്ലേ എന്ന് ചോദിച്ചു. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞ അതേ കാര്യമാണ്. എന്നിട്ട് 2-3 ചാനൽ അത് ട്വിസ്റ്റ് ചെയ്ത് സതീശൻ ഒറ്റയ്ക്കല്ല തീരുമാനം എടുക്കേണ്ടത് എന്ന് പറയുന്നു. ഇത് നാണം കെട്ട മാധ്യമ പ്രവർത്തനമാണ്. അത് അവസാനിപ്പിക്കും. അതേസമയം പി.വി. അൻവറിനെ തള്ളാതെയായിരുന്നു എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിന്റെ പ്രതികരണം. പി.വി. അൻവറിനെ ഒറ്റപ്പെടുത്താമെന്ന ചിന്താഗതി ആർക്കുമില്ല എന്ന് കെ.സി. വേണുഗോപാൽ. അദ്ദേഹത്തിൻ്റെ ഒരു സെന്റിമെന്റ്സ് എന്ന് പറയുന്നത് അദ്ദേഹം രാജിവെച്ചിട്ടാണ് അവിടെ ബൈ ഇലക്ഷൻ ഉണ്ടായെന്നുള്ള കാര്യത്തെ ആ സെന്റിമെന്റ്സിനെ മാനിക്കണമെന്ന് തന്നെയാണ് യു.ഡി.എഫിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ പൊതുവായിട്ടുള്ള വികാരം. അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്ന ചിന്താഗതിയൊന്നും ആർക്കും ഇല്ല. അങ്ങനെയൊന്നും ആർക്കും ഇല്ല. യു.ഡി.എഫിൽ ആർക്കും ഇല്ല. അദ്ദേഹം ഇടതുപക്ഷ മുന്നണിക്കെതിരെ ശക്തമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിടെ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഘട്ടം വന്നാൽ അത് വേണമെന്ന് ചിന്തിക്കുന്നവരായിട്ടാണ് അവരെല്ലാം ഞാൻ കണ്ടത്. എവിടെയാണോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ സംസാരിച്ച് തീർക്കട്ടെ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും യു.ഡി.എഫിനുമെതിരെ ആഞ്ഞടിച്ചായിരുന്നു ഇന്ന് രാവിലെ പി.വി. അൻവർ മാധ്യമങ്ങളെ കണ്ടത്. മുന്നണി പ്രവേശനത്തിൽ കത്ത് നൽകി കാത്തിരുന്ന് തന്നെ നിരന്തരം അവഗണിച്ചെന്നും ഇനി പ്രതീക്ഷ കെ.സി. വേണുഗോപാലിൽ മാത്രമെന്നും പി.വി. അൻവർ പറഞ്ഞിരുന്നു. വിപിൻ സി വിജയനുണ്ട് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിപിൻ, ഈ അൻവർ പൊളിറ്റിക്സിൽ ഇനി എന്താണ് വിപിൻ? അതെ, ഈ അൻവർ കോൺഗ്രസ് തർക്കത്തിന്റെ ക്ലൈമാക്സ് എന്തായിരിക്കും എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉറ്റുനോക്കുന്നത്. ആദ്യം സ്ഥാനാർത്ഥിയെ ഇപ്പോൾ യു.ഡി.എഫ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവർ അതിന്റെ പ്രചാരണം തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ആ പ്രചാരണത്തിലൊക്കെ തന്നെ എൽ.ഡി.എഫിനെതിരെയുള്ള വലിയ അല്ലെങ്കിൽ ഭരണത്തിനെതിരെയൊക്കെയുള്ള വാക്കുകളേക്കാൾ കൂടുതൽ ഇപ്പോൾ നിൽക്കുന്നത് ഈ അൻവർ വിഷയത്തിൽ എന്ത് തീരുമാനം എന്നുള്ളത് തന്നെയാണ്. അത് നിലമ്പൂരിനെ സംബന്ധിച്ച് വലിയൊരു ആകാംക്ഷയായി നിൽക്കുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇന്ന് രാവിലത്തെ വാർത്താ സമ്മേളനം ഉണ്ടായത്. അദ്ദേഹം വസ്ത്രാക്ഷേപം നടത്തി തന്നെ നടുറോട്ടിൽ നിർത്തി ചെളി വാരി എറിഞ്ഞു എന്നുവരെ ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിൽ പി.വി. അൻവർ പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ താൻ കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുകയാണ്. പലതവണ വി.ഡി. സതീശനുമായി സംസാരിച്ചതാണ്. പക്ഷേ തന്നെ ഘടകകക്ഷിയാക്കാൻ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പറാക്കി യു.ഡി.എഫിനൊപ്പം ചേർക്കാം എന്നുള്ള വിവരം ഡിക്ലെയർ ചെയ്തില്ല എന്നുള്ളതാണ്. അങ്ങനെ ആ അമ്പുകളെല്ലാം തന്നെ പ്രതിപക്ഷ നേതാവിലേക്ക് എന്നുള്ള നിലയ്ക്കായിരുന്നു ആ വാർത്താ സമ്മേളനം ഉണ്ടായത്. പക്ഷേ അതിനുശേഷം അദ്ദേഹം ഈ കെ.സി. വേണുഗോപാലിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ കെ.സി. വേണുഗോപാൽ ഇന്ന് കേരളത്തിലേക്ക് എത്തി ആദ്യം പറഞ്ഞ വാക്കുകൾ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് മാറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ പി.വി. അൻവർ വീട്ടിലില്ല. അദ്ദേഹം ഒതായിലെ വീട്ടിൽ നിന്ന് പോയിരിക്കുന്നു. ഒരു പക്ഷേ കോഴിക്കോട് വെച്ച് ഇന്ന് കൂടിക്കാഴ്ച നടക്കും. കെ.സി. വേണുഗോപാലുമായി ഒരു കൂടിക്കാഴ്ച നടക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വീട്ടിൽ നിന്ന് പോകുന്നതിന് തൊട്ട് മുൻപ് പറഞ്ഞത് കെ.സി. വേണുഗോപാലുമായിട്ടുള്ള ആ ഒരു പ്രതികരണം അത് വലിയ സന്തോഷം നൽകുന്നതാണ്. താൻ ശുഭാപ്തി വിശ്വാസത്തിലാണ് എന്ന് പറയുന്നു. അപ്പോൾ ഒരു അനുകൂല തീരുമാനം ഉണ്ടാകും എന്നുള്ളത് തന്നെ പി.വി. അൻവർ ഇപ്പോഴും കരുതുന്നുണ്ട്. കാരണം ഈ ഒരു മത്സരത്തിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇത്രയും കാലം ഉയർത്തിയ അല്ലെങ്കിൽ എന്തിന് രാജിവെച്ചുവോ പിണറായിസത്തിനെതിരെ ഒക്കെ പറഞ്ഞുകൊണ്ട് രാജിവെച്ചുവോ അത് എൽ.ഡി.എഫിന് ഒരു ഗുണമായി മാറും ഈ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. യു.ഡി.എഫിന്റെ ഒരു വിജയ സാധ്യത അത് ബാധിക്കുമെന്നുള്ള വിലയിരുത്തലുണ്ട്. ഒപ്പം തന്നെ യു.ഡി.എഫിലെ നേതാക്കൾക്കിടയിൽ തന്നെ അത് വലിയ ഭിന്നതയ്ക്കും കാരണമായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് അവസാന കൈ എന്നുള്ള നിലയ്ക്ക് മാത്രമായിരിക്കും പി.വി. അൻവർ ഒരു ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നുള്ള നിലയിലേക്ക് പോവുക. അവസാന ശ്രമം വരെയും ഈ ഒരു ഘടകകക്ഷിയാക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് നിൽക്കും. അപ്പോൾ അതിനൊരു സമവായം ഉണ്ടാവുക എന്നുള്ളതാണ് ആവശ്യം. കെ.സി. വേണുഗോപാലുമായുള്ള ഒരു കൂടിക്കാഴ്ചയിൽ അതിനൊരു അനുകൂലം ഉണ്ടാകും എന്നുള്ളത് ഈ ഘട്ടത്തിൽ കരുതുന്നു. പക്ഷേ കൂടിക്കാഴ്ച ഇന്നാണോ? ഈ കോഴിക്കോട് നടക്കുമെന്ന് പറയുന്ന കെ.സി. വേണുഗോപാൽ പി.വി. അൻവർ കൂടിക്കാഴ്ച ഇന്നാണോ?
അതെ, ഇന്ന് രാത്രി തന്നെ കെ.സി. വേണുഗോപാൽ തിരിച്ച് ഡൽഹിയിലേക്ക് മടങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിന് മുൻപായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്കാണ് ഇപ്പോൾ സാധ്യത തെളിയുന്നത്. കാരണം ഈ ഒരു വിഷയം എത്രയും വേഗം അവസാനിപ്പിക്കണം എന്നുള്ളത് തന്നെ UDF-ലെ മുതിർന്ന നേതാക്കൾ കരുതുന്നുണ്ട്. കാരണം ഇന്നിപ്പോൾ കെ. സുധാകരൻ്റെയൊക്കെ ഒരു ബൈറ്റൊക്കെ നമ്മൾ കേട്ട ഒരു പത്രസമ്മേളനമൊക്കെ നമ്മൾ കേട്ടതാണ്. അതിനുശേഷം ഇന്നിപ്പോൾ കോഴിക്കോട് കെ.സി. വേണുഗോപാലുണ്ട്, ഇവിടെ നിന്ന് PV അൻവർ ഇറങ്ങിയിരിക്കുന്നു. അങ്ങനെ ആ ഒരു കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ 2 ദിവസത്തിനകം അതിലൊരു സമവായം ഉണ്ടാകാനുള്ള സാധ്യത തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ KPCC പ്രസിഡന്റിനോടൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹമൊക്കെ അതിൽ എന്ത് നിലപാടെടുക്കും, അങ്ങനെ ഒരു കൂടിയാലോചനയ്ക്ക് ശേഷം അന്തിമ രൂപം എന്താകും എന്നതിനെ സംബന്ധിച്ച് മാത്രമേ അല്പമെങ്കിലും ഒരു ആശങ്ക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുള്ളൂ. ഇതിൽ ഒരു ആരാദ്യം എന്നുള്ള ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. അത് ആദ്യം മുതൽ ശ്രദ്ധിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ആദ്യം അൻവർ ഈ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്ക് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കട്ടെ എന്നുള്ള നിലപാടാണ് മുതിർന്ന നേതാക്കൾക്കുള്ളത്. എന്നാൽ ആദ്യം ഘടകകക്ഷിയാക്കട്ടെ എന്നുള്ള തീരുമാനം അൻവറും എടുക്കുന്നു. ഇതാണ് നിലവിലെ അവസ്ഥ. ഉന്മേഷ്. വിപിൻ സി വിജയനാണ് വാർത്തയുടെ വിശദാംശങ്ങളിൽ ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്.